ഹായ് ഫ്രണ്ട്സ്, ഞാൻ യോക്ക് ഡിസൈൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടോ കാണിക്കാൻ വേണ്ടി പോണത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് പൈപ്പിംഗ് ത്രെഡ്. ഈ പൈപ്പിംഗ് ത്രെഡ് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിത് ഫൂട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ഫൂട്ടാണ്ടോ മെഷീത്തിൽ ഇട്ടേക്കുന്നത്. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1/2 ഇഞ്ചിലാണ് നമ്മുടെ യോക്ക് പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് ഈ പൈപ്പിങ്. അതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ചിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡ് അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ബോൾസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ വലിയ സ്ക്വയറും ഒരു കുഞ്ഞ് സ്ക്വയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി വലിയ സ്ക്വയർ ഞാൻ ആദ്യം എടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞ് സ്ക്വയർ ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി ആ വലിയ സ്ക്വയറിൻ്റെ മീതെ ഒന്ന് വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു ത്രെഡ് എടുക്കുക. ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 5-8 പ്രാവശ്യം ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലത്. നല്ലോണം റൗണ്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് അവസാനം ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഒരു 10-15 എണ്ണം ചെയ്തെടുത്താൽ അത്രയും നല്ലത് കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ ആ യോക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് എടുക്കുക കേട്ടോ. അത് നമ്മൾ നെക്ക് കട്ട് ചെയ്തില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് സിഗ്നൽ നോട്ട് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് രണ്ടും കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്തില്ലേ, നെക്കിന് ഞാൻ സിഗ്നൽ ഇട്ട് കൊടുത്തില്ലേ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. നമ്മൾ ബോൾസ് ഉണ്ടാക്കിയില്ലേ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം. നിങ്ങൾക്ക് എത്ര അകലത്തിലാണ് ആ ബോൾസ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ അകലത്തിൽ നിങ്ങൾ തന്നെ വെച്ചോ കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇച്ചിരി അടുപ്പിച്ചായിട്ടാണ് വെക്കണത്. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ബോൾസും. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ പോർഷൻ ഉണ്ടല്ലോ, മറ്റേ പീസ്, ആ പീസ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഇതുപോലെ ജോയിൻ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ആ മറ്റേ ബോൾസിൻ്റെ കുറേ ഇത് വരുന്നില്ലേ, വേസ്റ്റ് പീസ്, അതൊന്ന് നമ്മൾ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൈപ്പിംഗ് ആദ്യം ചെയ്തെടുത്തില്ലേ, ഇത് ഞാൻ പറഞ്ഞില്ല 1/2 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന്. ഇതുപോലെ 1/2 ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അവിടെ നമ്മൾ കറക്റ്റ് ആ പൈപ്പിംഗ് എന്നില്ലേ അതിനകത്ത് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് കൊടുക്കുക കേട്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്ത് ആ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആ അറ്റം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചെടുക്കണ്ടേ പൈപ്പിങ്, അത് ജസ്റ്റ് ഒന്ന് നോട്ടിട്ട് കൊടുക്കാം കേട്ടോ. ആ കർവ് വന്ന പോർഷനിലൊക്കെ ഒന്ന് നോട്ടിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് വേണം നമ്മൾ മെയിൻ പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ബോഡി പാർട്ട് എടുത്തിട്ട് യോക്ക് ഡിസൈനും ഇതുപോലെ ഒന്ന് സെൻറ്ററും കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ പൈപ്പിംഗ് വെച്ചിട്ടില്ലേ അതിൻ്റെ സൈഡ് അറ്റത്തുകൂടി ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ യോക്ക് ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത പാർട്ടിലാണ് ഇട്ടിടുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.